തരൂർ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞാടി ഓരോന്നോരോന്നായി അക്കമിട്ട് നിരത്തിയ മാത്യു കുഴൽനാടനെ പിന്നീട് കണ്ടത് മറ്റൊരു വേദിയിലാണ്. അവിടെ നിറഞ്ഞ കയ്യടികൾ വാരിക്കൂട്ടുമ്പോഴും അദ്ദേഹം പറയുന്ന കാര്യം കുറിക്കുകൊള്ളുന്നവയാണ്. കഴിഞ്ഞ 2-3 ദിവസമായി മാത്യു കുഴൽനാടൻ നിറഞ്ഞാടുക തന്നെയാണ്. തരൂരടക്കമുള്ള വിഷയത്തിൽ ദേശീയ നേതൃത്വത്തെ വരെ വലച്ചിരിക്കുന്ന സമയത്തും കുഴൽനാടൻ തന്റെ വിശകലന കുറിപ്പുമായി തെളിവ് സഹിതം CPM-ന്റെ അണ്ണാക്കിലിട്ട് കൊടുത്തത്. എന്നാൽ അത് മാത്രമല്ല കുഴൽനാടന്റെ മുന്നിലെ പ്രശ്നങ്ങൾ. ഇന്ന് കേരളത്തിലെ മന്ത്രിമാരുടെ കണ്ണിൽപ്പെടാത്ത അതീവ ഗൗരവമായ ഒരു കാര്യത്തിന്റെ നടുക്കിലേക്ക് കൊടിയും പിടിച്ചിറങ്ങുകയാണ് കുഴൽനാടൻ. മന്ത്രി വീണ ജോർജിനെ നിലം പരിശാക്കുകയാണ് കുഴൽനാടൻ. ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. തികച്ചും ന്യായമായ ഒരാവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന നിങ്ങളോട് നിങ്ങളെ ആക്ഷേപിക്കുന്നത് പോലെ സംസ്ഥാന സർക്കാരിൽ മന്ത്രിമാരായിരിക്കുന്നവർ സംസാരിച്ച് കേട്ട അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഈ സമരത്തിന് ഇവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നുള്ള കാര്യം. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ നിങ്ങൾ അനാഥരല്ല എന്ന് ഈ സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ ഇതിനു മുമ്പും ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള, ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റം അഭിമാനത്തോടുകൂടി പറയാൻ തോന്നുന്ന ഒരു കാര്യം, ഞാൻ നിയമസഭാ സാമാജികനായി തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന് ഞങ്ങൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. ചോദ്യം ചോദിക്കാൻ പറ്റും, സബ്മിഷൻ ഉന്നയിക്കാൻ പറ്റും. അതിന്റെ ഒന്നുകൂടി കൂടിയ ഒന്നാണ് ഈ കോളിംഗ് അറ്റൻഷൻ എന്ന് പറയുന്നത്. സർക്കാരിന്റെ, സംസ്ഥാനത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ആദ്യമായി ഞാൻ തെരഞ്ഞെടുത്ത വിഷയങ്ങളിൽ ഒന്ന് പ്രിയപ്പെട്ട എന്റെ ആശമാരുടെ വിഷയമായിരുന്നു. ഞാനത് നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് മുമ്പ് എന്റെ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ആശമാരെയും ഞാൻ MLA എന്ന നിലയിൽ അവരെ വിളിച്ചുകൂട്ടി. ഒരുപക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. അവരെ വിളിച്ചുകൂട്ടി അവർക്ക് പറയാനുള്ളത്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, അതിനേക്കാൾ അപ്പുറം അവരുടെ വ്യക്തിപരമായ പ്രയാസങ്ങൾ, MLA എന്ന നിലയിൽ എന്നോട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ പരസ്യമായും രഹസ്യമായും എന്നോട് പറഞ്ഞു. അതുകൊണ്ട് എനിക്കറിയാം ആശമാരുടെ ജീവിതം എത്ര പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. അവരുടെ വ്യക്തിപരമായ പ്രയാസങ്ങൾ എത്ര വലുതാണെന്ന് എനിക്കറിയാം. ഞാൻ അവരെ മുഴുവൻ പേരെയും കേട്ടതിന് ശേഷം ഞാൻ നടത്തിയ ഒരു പ്രഖ്യാപനം, ആ വർഷം എനിക്ക് MLA എന്ന നിലയിൽ അവിടുത്തെ സ്കൂളുകളിൽ കിട്ടുന്ന അഡ്മിഷൻ ആദ്യത്തെ പ്രയോറിറ്റി ആശമാരുടെ മക്കൾക്കായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത് ഞാൻ എന്റെ ചാരിറ്റി ഫണ്ടിൽ നിന്നും ചികിത്സാ സഹായങ്ങൾക്ക് കൊടുക്കുന്നതില് ഫസ്റ്റ് പ്രയോറിറ്റി ആശാ വർക്കർമാർക്കായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും നിങ്ങളുടെ ആശമാരുടെ അവസ്ഥ എത്ര ദയനീയമാണ് എന്ന് ഈ സർക്കാരിന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു, ഈ വർഷം ഞാൻ ആശമാരിൽ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ഒരു ആശാ വർക്കറിന് ഞാൻ സ്വന്തമായി വീടില്ല എന്നതുകൊണ്ട് അവർക്കൊരു വീട് പണിതു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും പ്രയാസം തോന്നിയ കാര്യം, ഞാൻ അങ്ങനെ പല പല ക്രൈറ്റീരിയ കാറ്റഗറി അപ്ലൈ ചെയ്ത് ആശമാരെ തെരഞ്ഞെടുത്ത് വന്നപ്പോ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ പ്രയാസം തോന്നരുത്, ഞാൻ വിധവമാരായിട്ടുള്ളവരെ നോക്കി, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, രോഗമുള്ളവരെ എല്ലാം നോക്കി. ഏറ്റവും ഒടുവിൽ 2 ആശമാർ ഒരേപോലെ വന്നു. എന്റെ കയ്യിൽ ഒരു വീട് ഉണ്ടായിരുന്നു, ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണം. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ അഡോപ്റ്റ് ചെയ്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, അതിൽ പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഒരാശയുടെ പെൺകുട്ടി ഇത്രയും പ്രയാസകരമായ സാഹചര്യത്തിൽ നിന്ന് പഠിച്ച് 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയ അവൾക്ക് ഞാൻ ആ വീട് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ സ്നേഹത്തിന്റെ, എന്റെ ആത്മാർത്ഥതയുടെ, എന്റെ സത്യസന്ധതയുടെ ഒരു അംശം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എന്റെ നിയോജകമണ്ഡലത്തിലെ ഒരു ആശാ വർക്കർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്നതിലേക്കാണ് പരിണമിച്ചത്. ഞാനന്ന് ഈ സർക്കാരിനോട് നിയമസഭയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ സർക്കാർ കഴിഞ്ഞ നാളുകളിൽ കോവിഡിന്റെ പേരിൽ കോവിഡിനെ നേരിടാൻ വേണ്ടി ഏറ്റവും വലിയ അവാർഡുകൾ ഞങ്ങൾ വാങ്ങിക്കൂട്ടി എന്ന് പറയുമ്പോൾ, കോവിഡിനെ ഭയപ്പെട്ട് ഞാനടക്കമുള്ള മന്ത്രിമാരടക്കം ജനപ്രതിനിധികളടക്കം എല്ലാവരും ഉൾവലിഞ്ഞ്, എല്ലാവരും അവനവന്റെ സുരക്ഷ നോക്കി വീടുകളിലേക്ക് ഉൾവലിഞ്ഞ് മക്കളെ, അല്ലെങ്കിൽ സ്വന്തക്കാരെ, ബന്ധക്കാരെ എല്ലാവരെയും സുരക്ഷിതരാക്കിയപ്പോ ഈ സർക്കാർ വാളും പരിചയമില്ലാതെ, മിനിമം രക്ഷാ കവചങ്ങളില്ലാതെ ഈ യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് ഈ കാണുന്ന ആശമാരെയാണ് എന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. നമുക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സർക്കാരിന് വേണ്ടി
ആ യുദ്ധകളത്തിൽ പോരാടി മരിച്ച രക്തസാക്ഷികളായ ആശാവർക്കർമാരുണ്ട്. ഞാൻ എന്റെ നിയോജകമണ്ഡലത്തിൽ ഒരു ആശാവർക്കറുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ വളരെ വേദനയോടുകൂടിയാണ് ഞാൻ അതിൽ പങ്കെടുത്തത്. അവർക്ക് അവരെ നഷ്ടപ്പെട്ടു. അങ്ങനെ പ്രയാസകരമായ ഒരുപക്ഷെ സാഹസികമായ ഒരു ജോലിക്ക് പറഞ്ഞയച്ചവരാണവർ. എത്രയോ വട്ടം നിങ്ങളുടെ ഓണറേറിയം മുടങ്ങിയപ്പോ ഒരുപക്ഷെ വീണ ജോർജ് മിനിസ്റ്റർ ഞാൻ വിളിക്കുമ്പോൾ അവർക്ക് ആദ്യം തോന്നുക ഞാൻ നിങ്ങളുടെ കാര്യം പറയാൻ വിളിക്കുന്നു എന്നതായിരിക്കും. ആ സമയം മുതൽ ആശാ വർക്കർമാരുടെ ഏതൊക്കെ സമയത്ത് പ്രയാസമുണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ അവരുടെ കാര്യത്തിന് വേണ്ടി മന്ത്രിയെയും സർക്കാരിനെയും സമീപിച്ചിട്ടുണ്ട്. ഓണറേറിയം മുടങ്ങിയപ്പോ താമസിപ്പിച്ചപ്പോഴൊക്കെ ഒരു വട്ടം മോട്ടോർ ഉപയോഗിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞങ്ങളെ പ്രതീകാത്മകമായി ഞാൻ ആശമാനോടൊപ്പം അവർ തെരുവിൽ ഭിക്ഷയാചിച്ച് ഞങ്ങൾ സമരം നടത്തി ഈ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ ഇന്ന് ആവശ്യപ്പെടുന്ന കാര്യം തീർച്ചയായിട്ടും ഞാൻ അതിനുശേഷം ആ വർഷം ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ വർഷം എന്റെ ഓണം ഞാൻ ആഘോഷിച്ചത് ആശാ വർക്കർമാർക്കൊപ്പമായിരുന്നു. എന്റെ സ്വന്തം സഹോദരന്മാരെ പോലെ കണ്ട്, എന്റെ സ്വന്തം അമ്മയെ പോലെ കണ്ട് എന്റെ നിയോജകമണ്ഡലത്തിലെ എല്ലാ ആശാ വർക്കർമാർക്കും ആ വർഷം ഞാൻ ഓണപ്പുടവ നൽകിയിട്ടായി. ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ, ഒരു MLA എന്നല്ലേ ചെയ്യാൻ കഴിയുന്നു. പക്ഷേ ഇന്ന് ആശാ വർക്കർമാർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ, അത് ഏത് സർക്കാരുമാകട്ടെ, സംസ്ഥാന സർക്കാർ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു മുഖമായി നിൽക്കുന്നവരാണ് ആശാ വർക്കർമാർ. വീട് വീടാന്തരം കയറി ഇറങ്ങി ഞാൻ പലരെയും അവസ്ഥ കണ്ടു. നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഫോണല്ലേ, സ്മാർട്ട് ഫോണിൽ എൻട്രി ചെയ്യാൻ തന്നെ ധാരാളം സമയം എടുക്കും. ഈ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ തന്നെ ഇതെല്ലാം എൻട്രി ചെയ്യാൻ കഷ്ടപ്പെടുന്ന എത്രയോ ആശാ വർക്കർമാരെ ഞാൻ കണ്ടിരിക്കുന്നു. അവർക്ക് പലർക്കും നല്ലൊരു ഫോണില്ല, അവർക്ക് പലർക്കും ഇന്റർനെറ്റിന്റെ കണക്ഷൻ സമയത്തില്ല. പലരും ജീവിക്കുന്നത് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത വീടുകളിൽ അല്ലെങ്കിൽ അങ്ങേയറ്റം വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ആശമാർ ഇത് എൻട്രി ചെയ്യാൻ വേണ്ടി റേഞ്ച് കിട്ടുന്നിടത്ത് രാത്രി പോയി നിന്ന് ഇത് എൻട്രി ചെയ്യേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അവർ എൻട്രി ചെയ്യാൻ താമസിച്ചു പോയാൽ അതിന്റെ പേരിൽ അവരെ ഭയപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇവരുടെ യഥാർത്ഥ സ്ഥിതികൾ അറിയാത്ത ഒരു സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഇതുപോലെ സമരം ചെയ്യേണ്ടി വരുന്നത്. ഞാനിതിവിടെ പറയുമ്പോൾ എനിക്കറിയാം, നാളെ UDF സർക്കാർ അധികാരത്തിൽ വരും. ദൈവം സഹായിച്ച ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ട്. ഞങ്ങളും ഇതിന്റെ ഭാഗമാണെങ്കിൽ ഇന്ന് ഏതുപോലെയാണോ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത്, അന്നൊരു അവസരം എനിക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് വാദിക്കാൻ UDFന്റെ പക്ഷത്തു നിന്നും ഞാൻ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ നമ്മുടെ പോരാട്ടം അത്ര അനായാസമായിരിക്കില്ല, അത്ര എളുപ്പമായിരിക്കില്ല. നിങ്ങൾ ഏറ്റവും എലിജിബിൾ ആയി ചോദിക്കുന്ന നിങ്ങളുടെ ഓണറേറിയത്തിന്റെ വർധനവ്, അതിനുവേണ്ടി നമുക്ക് പോരാടേണ്ടി വരും. തീർച്ചയായിട്ടും നിങ്ങൾ നടത്തുന്ന ഏറ്റവും ന്യായമായ സമരത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമല്ല, നിങ്ങളുടെ പോരാട്ടത്തിൽ നിങ്ങളുടെ ഒരു സഹോദരനായ ഒരു മകനായി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരുടെ അഭിവാദ്യങ്ങളും വിജയവും നന്മയും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. തികച്ചും ന്യായമായ ഒരാവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന നിങ്ങളോട് നിങ്ങളെ ആക്ഷേപിക്കുന്നത് പോലെ സംസ്ഥാന സർക്കാരിൽ മന്ത്രിമാരായിരിക്കുന്നവർ സംസാരിച്ച് കേട്ട് അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഈ സമരത്തിന് ഇവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നുള്ള കാര്യം. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ നിങ്ങൾ അനാഥരല്ല എന്ന് ഈ സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ ഇതിനു മുമ്പും ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള, ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റം അഭിമാനത്തോടുകൂടി പറയാൻ തോന്നുന്ന ഒരു കാര്യം, ഞാൻ നിയമസഭാ സാമാജികനായി തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന് ഞങ്ങൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. ചോദ്യം ചോദിക്കാൻ പറ്റും, സബ്മിഷൻ ഉന്നയിക്കാൻ പറ്റും. അതിന്റെ ഒന്നുകൂടി കൂടിയ ഒന്നാണ് ഈ കോളിംഗ് അറ്റൻഷൻ എന്ന് പറയുന്നത്. സർക്കാരിന്റെ, സംസ്ഥാനത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. ഞാൻ നിരവധി വർഷങ്ങളായി, 1/4 നൂറ്റാണ്ട് കാലമായി ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരുപാട് സമര പരിപാടികളിൽ പങ്കെടുക്കുന്നവരാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ 10 ദിവസമായി നടത്തുന്ന സമരം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ പൂർണ്ണമായി വിസ്മയിപ്പിച്ചു എന്ന് പറയാൻ ഞാൻ ഇതിന്റെ 1ാമത്തെ ദിവസം ഇതിന്റെ മുമ്പിലൂടെ നടന്ന് വേറെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ്. അപ്പുറത്തിപ്പുറത്തൊക്കെ നിങ്ങൾ അഭിവാദ്യം ചെയ്തിട്ടാണ് പോയത്. അന്ന് മുതൽ ഞാൻ ഈ സമരം ശ്രദ്ധിക്കുകയാണ്. കേരളത്തിലെ സ്ത്രീ സമരശക്തി എന്താണ് എന്ന് ഞാനടക്കമുള്ള മുഴുവൻ പൊതുപ്രവർത്തകരെയും ബോധ്യപ്പെടുത്തിയ ഒരു സമരമാണ്. സമരം കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവരും വിറപ്പിക്കാൻ പറ്റും എന്നാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയത്. ഇതൊരു ന്യായമായ സമരമാണ്. കാരണം
നമ്മളെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും ആശാ വർക്കർമാരുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ഓരോ വാർഡിലെ. ഇത് 18 വർഷക്കാലം മുമ്പ് തുടങ്ങുമ്പോഴേ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്ന നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും ജോലി ചെയ്ത് ഒരു 1-2 മണിക്കൂർ അല്ലേ, 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അഡീഷണൽ ആയി നിങ്ങൾ ഈ ജോലി ചെയ്താൽ മതിയെന്നാണ്. 18 വർഷം കഴിഞ്ഞപ്പോ ഇപ്പോഴുള്ള ജോലിഭാരം എന്താണ് അല്ലെ? ഗർഭിണികളുടെ കാര്യം, കുട്ടികളുടെ കാര്യം, പാലിയേറ്റീവ് കെയറിന്റെ കാര്യം, സർവേയുടെ കാര്യം, ഡാറ്റ കളക്ഷൻ, എന്തോരമുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു സാധാരണ 8 മണിക്കൂറാണ് ജോലി. ഇതൊരു 16 മണിക്കൂർ ജോലി ചെയ്താലും തീരാത്തത്രയും ബുദ്ധിമുട്ടാണ്. കാരണം ഇത് നമ്മള് ഈ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളോട് പറയുന്ന സങ്കടമാണ്. ഒന്ന് പറയും ഇതാണ് സ്ഥിതി എന്ന്. പിന്നെ കോവിഡ് കാലത്ത് ചെയ്ത സേവനം ലോകം മുഴുവൻ അംഗീകരിക്കുകയാണ്. ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് ആണ്. ലോകത്തൊരിടത്തും ഈ ആശാവർക്കർമാർ, നമ്മുടെ ആശാവർക്കർമാർ ചെയ്തതുപോലെ ഒരു ജോലി ആരും ചെയ്തിട്ടില്ല. അക്കാര്യത്തിൽ ആ കാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ പേടിക്കുന്ന കാലത്താണ്, റോട്ടിലൊന്നും ഒരു മനുഷ്യനില്ലാത്ത കാലത്താണ് ഒറ്റയ്ക്ക് പോയി അല്ലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി. എത്ര പേര് നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടായിരുന്നു. രോഗം ബാധിച്ച് മരിച്ചവരുണ്ട്, ഈ കൂട്ടത്തിൽ രോഗബാധിതരായ ആളുകളുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് വല്ലാതെ ജോലി ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്ന അതേ ഓണറേറിയാണ്. ഇപ്പൊ ആരോ പറഞ്ഞു കേട്ടു 13,500 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 8,000-9,000 രൂപ വരെ വരാം. പക്ഷെ ഒരു 7,000 രൂപയെ കൂടുതൽ കയ്യിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നി. കിട്ടോ? ഇതുവരെ കിട്ടൂല 7,000 രൂപ. ഞാനെപ്പോഴും ചോദിക്കാറില്ല 7,000 രൂപയിൽ കൂടുതൽ കയ്യിൽ ആർക്കും കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. പറയുമ്പോൾ ഈ 13,000 എന്നൊക്കെ കള്ളത്തര പറയുന്നത്, അത് സമരം പൊളിക്കാൻ വേണ്ടിട്ട് പറയുന്നത്. അല്ലാതെ 13,000 രൂപ ഒന്നും ഒരിക്കലും കിട്ടിയില്ല. നിങ്ങളുടെ ഡിമാൻഡ് 21,000 രൂപ കൊടുക്കണമെന്നുള്ളതാണ്. കാരണം മിനിമം കൂലി തന്നെ ഈ സംസ്ഥാനത്ത് 600 രൂപയാണ് മിനിമം കൂലി. മിനിമം കൂലി ഇല്ലേ? സാധാരണ ജോലി 8 മണിക്കൂറിൽ താഴെ ജോലി ചെയ്താലും മിനിമം കൂലി എന്നുള്ള ഇതാ. ഇത് വല്ല ഓഫ് വല്ല ഉണ്ടാവും? ഒരു ഓഫുമില്ല. ശനിയാഴ്ചയില്ല, ഞായറാഴ്ചയില്ല, തിങ്കളാഴ്ചയില്ല, ഒരു ഓഫുമില്ല. അതായത് ഒരു മാസത്തിൽ എല്ലാ ദിവസവും ജോലി ചെയ്യണം. അങ്ങനത്തെ ഒരു ജോലി വേറെ കേരളത്തിലില്ല. കേരളം ഞങ്ങളുടെ ജോലിയാണ്, നമുക്ക് ഓഫില്ല എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ജോലിയിൽ ജോലി ചെയ്യുന്നവരിൽ നിങ്ങളെ പോലെ ഒരു ദിവസം ഓഫില്ലാതെ, രാത്രിയും പകലൊന്നുമില്ലാതെ, വൈകുന്നേരം 6 മണിയാകുമ്പോൾ നിങ്ങളുടെ ജോലി തീരുമോ? ഒരിക്കലും തീരില്ല. പിന്നെയും ആ ജോലി തുടർന്നുകൊണ്ടിരിക്കണം. വീട്ടിൽ ചെന്നാലും എഴുത്തുകൂട്ടാണ്. വീട്ടിലൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഭർത്താക്കന്മാരൊക്കെ പാവങ്ങളായതുകൊണ്ടാണ്. രാത്രി വീട്ടിൽ വന്നാലും നിങ്ങൾ കുത്തിക്കുടിച്ചുകൊണ്ടിരിക്കും. ശരിയാണോ? എത്ര വൈകിയാലും നിങ്ങളുടെ പണി തീരില്ല. അത്രമാത്രം കഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ന്യായമായ ഒരു വേതനം 21,000 രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് ഒരു ന്യായമായ കാര്യമാണ്. ജോലിഭാരം കൊണ്ട് ആ ജോലിഭാരത്തിന് അനുരോധമായിട്ടുള്ളതല്ല ഈ ചോദിച്ചിരിക്കുന്ന പണം. തുക കൂടുതലല്ല, ഒട്ടും കൂടുതലല്ല. ജോലി ചെയ്യുന്ന അനുസരിച്ച് കൂടുതലല്ല. ഇതിന്റെയൊക്കെ 4-1 ജോലി ചെയ്യാത്ത എന്തോരം പേരാണ് എന്തുമാത്രം പൈസ ചിട്ടവായിച്ചുകൊണ്ട് പോകുന്നത്. ഒന്നത്. പിന്നെ വിരമിക്കുമ്പോൾ ഒന്നും കൊടുക്കില്ല. ശരി, കാണാന്ന് പറയുന്നത് അല്ലേ? അപ്പൊ പറഞ്ഞു, സ്വാഗതം മാഷ് പറഞ്ഞു, ബംഗാളിൽ 5 ലക്ഷമുണ്ട്. വേറെ പല സംസ്ഥാനങ്ങളിലുണ്ട്. വിരമിക്കുമ്പോൾ 62 വയസ്സാകുമ്പോൾ നിർത്തിപ്പോകൊള്ളാം, ഒന്നും തരില്ല. ഇത്രയും ജോലി ചെയ്തിട്ട് അത് മാറ്റണം. ഒരു 5 ലക്ഷം രൂപയെങ്കിലും വിരമിക്കുമ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കാനുള്ളത്. പിന്നെ ഓണറേറിയത്തിന് നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരുപാട് മാനദണ്ഡങ്ങളാണ്. ഇത്രയും കിട്ടണമെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങളാണ്. ഇങ്ങനെ ഒരു ജോലിയിലും കേരളത്തിൽ ഇങ്ങനെ അനാവശ്യമായി ഓരോ ദിവസവും പുതിയ ജോലിയാണ്. ഇനി വലിയ കോർപ്പറേറ്റ് കമ്പനികൾ സർവേ നടത്താൻ നിങ്ങൾക്ക് പണി. ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് പുതിയതായി ആലോചിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ കളക്ട് ചെയ്താണ്. എന്ത് സംഭവം തുടങ്ങിയാലും പഞ്ചായത്തിലൊക്കെ വേറെ പാലിയേറ്റീവ് കെയർ ഒക്കെ ഉണ്ട്. പണി നിങ്ങളെയാണ്. ഇനി ഡാറ്റ കളക്ട് ചെയ്യാൻ, ആരോഗ്യ ഡാറ്റ കളക്ട് ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുക, എല്ലാം നിങ്ങളല്ലേ ചെയ്തത്. ഓരോ വീടുകളിലും കയറി ഇറങ്ങി ആ കിടപ്പ് രോഗികൾ എത്രയാണ്, ക്യാൻസർ രോഗികൾ എത്രയാണ്, വയ്യാത്തവരെത്രയാണ്, മരിച്ചവരെത്രയാണ്, രോഗികൾ എത്രയാണ്, ഇതെല്ലാത്തിന്റെയും വിവരശേഖരണം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിക്ക് വിരമിക്കൽ ആനുകൂല്യം പോലുമില്ല. വളരെ നിസ്സാരമായ ഓണറേറിയം മാറ്റി വേതനം ആക്കണം. ഇത്
ഇത് പറയാൻ കാര്യം ന്യായമായ ഒരു കാര്യം. എനിക്ക് വിഷമമുണ്ടാക്കിയത് ഞാൻ ഇതിന്റെ അകത്ത് രാഷ്ട്രീയം പറയരുത് എന്ന് വിചാരിച്ചു വന്നു. പക്ഷെ 2 മന്ത്രിമാരുടെ പ്രസ്താവന, ഒന്ന് ആരോഗ്യമന്ത്രി നിങ്ങളോട് ചർച്ചയ്ക്ക് പോയ സമയത്ത് നിങ്ങളുടെ പ്രതികരണം അനാവശ്യമായ സമരമാണെന്ന്. ഇതെങ്ങനെ അനാവശ്യമാകുന്നത്? ആദ്യം ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ആവശ്യവും അനാവശ്യവും എന്താണെന്ന് തിരിച്ചറിയണം. ആദ്യം എന്താണ് നിന്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ, ഈ പാവങ്ങൾ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് പറയുകയും അവരെക്കുറിച്ച് ആശാ വർക്കർമാരെ കുറിച്ച് അഭിമാനത്തോടെ കേരളത്തോടും ലോകത്തോടും പറയേണ്ട ആളാണ് ആരോഗ്യമന്ത്രി. ആ കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ ആരോഗ്യരംഗം നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അവരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, ഈ സംസ്ഥാനം അഭിമാനം കൊള്ളുന്നു എന്ന് പറയേണ്ട ആളാണ് നിങ്ങളോട് അനാവശ്യ സമരം എന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ പറഞ്ഞത് ഞാൻ കുത്തിയിളക്കി കൊണ്ടുവന്നാണ് ധനകാര്യമെന്ന്. അത് കാശില്ലാത്തോണ്ട് പറഞ്ഞ, കയ്യിൽ കാശില്ലാത്തോണ്ടാണ്, ഖജനാവിൽ പൂച്ച വെച്ചിടക്കുകയാണ്. അതാണ്. അതുകൊണ്ട് അത് ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ കുത്തിയിളക്കി സമരം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് അവരുമായി ബന്ധപ്പെട്ട സംഘടന സമരം ചെയ്തല്ലോ, ഞങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകൾ സമരം ചെയ്തല്ലോ. അവരാരെങ്കിലും കുത്തിയിളക്കിയിട്ട് വന്നതാണോ? സത്യത്തിൽ അവരെല്ലാവരും പറയുന്ന സങ്കടങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങളാരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. അത് നിങ്ങളാണ് അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ പറയും, ഞാനടക്കമുള്ള ആളുകളെ നിങ്ങൾ ഈ സമരം ചെയ്തിട്ടാണ്, ഈ 10 ദിവസത്തെ സമരം കൊണ്ടാണ് നമ്മളത് പറയുന്നത്. നമ്മള് അത്ര ഗൗരവമായി അത് എടുത്തിട്ടില്ല എന്നത് ഇപ്പൊ എനിക്ക് കുറ്റബോധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാനത് അങ്ങനെ പറഞ്ഞാൽ എന്റെ തെറ്റ്. ഇനി അതിന്റെ പലിശയ്ക്ക് കൂടിയുള്ള പരിഹാരം ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യും. ഒരു സംശയം അക്കാര്യത്തിലല്ല, ആരും ആക്ഷേപിക്കണ്ട. കേരളത്തിൽ സമരം ചെയ്യുന്നതൊന്നും ഒരു പുത്തരിയല്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ആളുകൾ സമരം ചെയ്തിട്ടുണ്ട്. ആ സമരമൊക്കെ പോയി ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകൾ ഇതൊരു അനാവശ്യ സമരമാണ് എന്ന് പറയുന്നത് ഒരു ന്യായമില്ല. നിങ്ങൾ ഒരു സംഘടനയുടെ പേരിലാണ് അല്ലെ സമരം ചെയ്യുന്നത്. ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്ക് വേണ്ടി കൂടിയാണ് സമരം ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ കാണുന്നത്. നിങ്ങൾ വന്ന് കുറെ പേര് 10 ദിവസമായി ഒരു വെയിലത്തിരുന്ന് ഈ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരുപാട് ഈ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറയാം. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്തതിന് ഇതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയാം. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല, ഇത് നമ്മുടെ കേരളമാണ്. ഇവിടെ എത്രയോ പേര് സമരം ചെയ്തു. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ഞാൻ ഒരു ഡസൻ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ അടക്കം പോലീസ് സ്റ്റേഷനിൽ വിളിക്കണമല്ലോ. സമരം ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ അസംബ്ലി ഉണ്ടായിരുന്ന എല്ലാ ദിവസവും ഇന്നുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറത്ത് സമരം. ഞങ്ങൾ സമരം ചെയ്യാറുണ്ട്, സമരം ഉദ്ഘാടനം ചെയ്യാറുണ്ട്. സമരം ചെയ്ത ആളുകളെ, അതിന്റെ നേതാക്കളെ കേസെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. പറയാ നിയമം ലംഘിച്ച്, എന്ത് നിയമമാണ് ഈ പാവങ്ങൾ ലംഘിച്ചത്? പേടിപ്പിക്കാൻ നോക്കാം. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. അതൊക്കെ വരുമ്പോ ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒന്നും പേടിക്കണ്ട. സമരം ചെയ്താലും, കേരളത്തിൽ ഏത് പാർട്ടിക്കാരും സമരം ചെയ്താലും, ഏത് സംഘടനകൾ സമരം ചെയ്താലും, നമുക്കെതിരെ, എനിക്കെതിരെ സമരം ചെയ്താലും, ഞങ്ങൾക്കെതിരെ സമരം ചെയ്താൽ അത് അവരുടെ അവകാശമാണ്. ഇവിടെ എന്ത് നിയമ ലംഘനമാണ് ഇവർ നടത്തിയിരിക്കുന്നത്? എന്ത് നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത്? കേരളത്തിൽ അവരുടെ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുറെ ആശാവർക്കർമാർ വന്ന് സമരം ചെയ്യുമ്പോൾ അത് നിയമലംഘനമാണ്, അത് എന്തോ നിയമവിരുദ്ധതയാണ്. ഇതിന്റെ ഒരു മാവോയിസ്റ്റുകളാണ്. മാവോയിസ്റ്റുകളാണെങ്കിൽ അവർക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ടല്ലോ. മാവോയിസ്റ്റുകൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ടല്ലോ. ഇവിടെ വന്നിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്നിട്ട് ഇവിടെ അല്ലാതെ എവിടെ പോയിട്ടാണ് ഇത് പറയുന്നത്? ആരോടാ പറയേണ്ടത്? ബധിരകർണങ്ങളുമായിട്ട് ഇരിക്കുന്ന ആളുകൾ ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത്. അവരോടല്ലാതെ പിന്നെ എവിടെ പോയിട്ടാണ് ഇത് പറയുന്നത്? അപ്പൊ കേസെടുക്കുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണ്ട. കേസെടുക്കുന്നു പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ, അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞ് ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ വരാം. പോലീസ് സ്റ്റേഷൻ മര്യാദയാണ്. പോലീസ് സ്റ്റേഷനിൽ സമരം ചെയ്ത അതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷൻ ഹാജരാകാൻ പറയും. പിന്നെ ഇപ്പൊ പ്രസംഗം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, പോലീസ് സ്റ്റേഷനിലൊന്നും ചെല്ലാനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റു പിന്മടങ്ങുന്ന ആളൊന്നും അല്ല.
ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളെ. തീർച്ചയായും ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. കേരളത്തിലെ പ്രതിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണി ഈ സമരത്തിന് പൂർണ്ണമായ പിന്തുണ എല്ലാവരും ഈ സമരത്തിന് പിന്തുണ നൽകാൻ മുഴുവൻ നേതാക്കളോടും മുഴുവൻ ആളുകളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ സമരം വൻ വിജയമായി മാറും. അതിന്റെ കൂടെ നിങ്ങളുടെ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായും ആരോഗ്യമന്ത്രിയായും ധനകാര്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ കൂടി നേരിട്ട് സംസാരിക്കും എന്നുകൂടി വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.